പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഏകദേശം 6 മണി കഴിഞ്ഞ് ടെന്റും കാര്യങ്ങളൊക്കെ അതാട്ടോ. നല്ല വ്യൂ ആട്ടോ അപ്പുറത്ത്. ഇന്നലെ നമുക്ക് അടുത്തായിട്ട് ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടില്ല. ഇന്നലെ ഈ 2 പട്ടികളുണ്ടായോണ്ടേ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. കാരണം വെച്ചാൽ ആരെങ്കിലും അടുത്ത് വരുമ്പോഴത്തിന് ഭയങ്കര കുരയിരിക്കും. നമ്മൾ അടുത്ത് തന്നെ വന്ന് ഇങ്ങനെ കുത്തിരിക്കേനെ. സൗണ്ട് കാരണം നമുക്ക് ഇടയ്ക്ക് നമ്മൾ നീച്ചു എന്നാലും വലിയ പ്രശ്നങ്ങളും വന്നിട്ടില്ല. ആരെങ്കിലും അടുത്ത് വന്നാൽ ഭയങ്കര കുരയിരിക്കും. ഇവിടെ അടുത്ത് തന്നെ കുറച്ച് നാടോടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുളിച്ച് ഫ്രഷായി, ഇവിടെ അടുത്ത് തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിച്ചണം. അടുത്ത എവിടെയെന്ന് അറിയില്ല, നല്ല നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങും, കാണും. അങ്ങനെ നമ്മൾ പ്ലാനിങ് ഒക്കെ. ഇതായിട്ട് നാടോടികൾ താമസിക്കുന്ന സ്ഥലം. ഇവിടെ 4-5 ഫാമിലി ഉണ്ടെന്നാ പറഞ്ഞത് അവര്. കുക്ക് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് അടുത്ത സ്ഥലം പിടിച്ചാൽ. ഫുഡ് കഴിക്കാൻ നിൽക്കണം എന്നറിയില്ല. വേഗം നമുക്ക് ഇവിടുന്ന് സ്ഥലം പിടിച്ചണം, എന്നാലേ നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. രാവിലെ തന്നെ നമുക്ക് പോകണം ഇവിടുന്ന്. ഇവരൊക്കെ ഉണ്ടല്ലോ കോഴിക്കോട് മലപ്പുറം വന്ന ആൾക്കാരായിട്ട് കൂടുതൽ അല്ലേ? മലപ്പുറം കോഴിക്കോട് മഞ്ചേരി അല്ലേ? നിങ്ങളുടെ പേര് നാം ക്യാ? വെങ്കേഷ്. വെങ്കേഷ് ഭായ് അല്ലേ? ചൂല് കൊട്ട അങ്ങനത്തെ സംഭവങ്ങളായിട്ട് പോലെ വിൽക്കല് ഇവിടെ. പിന്നെ പായല്ലേ? പായ 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 അത് പായും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ അങ്ങനെ ഒരു കൊട്ട ഇവരെന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവരെന്നെ ഇവിടെ തന്നെ സെയിൽ ചെയ്യാട്ടോ. പിന്നെ ഇവിടെ എക്സ്പോർട്ടിങ്, കേരള എക്സ്പോർട്ടിങ് നെഹി. ഇവര് ഇവിടുന്ന് ഉണ്ടാക്കി ഇവിടുന്ന് വിൽക്കലാട്ടോ. ഇവിടെ അവരെ ഭാര്യമാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും. ഇവര് കുറച്ച് അപ്പുറത്തും പല സ്ഥലങ്ങളായിട്ട് പോയി സംഭവം സെയിലാക്കുകയും ചെയ്യും. ഇവര് കാര്യമായിട്ട് ചെയറ് കാര്യങ്ങളൊക്കെ കേട്ടോ വിൽക്കല്. ചെയറുണ്ട്, പിന്നെ അതേപോലെ കൊട്ട, കുറെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാട്ടോ. ഇന്നലെ ചെറിയ മഴ പാറ്റിയപ്പോഴേ അവര് ഫുള്ള് മൂടിയതാട്ടോ സാധനങ്ങളൊക്കെ. അടുത്തന്നേതാ നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ സ്റ്റേ അടിച്ചെന്നല്ലേ. ഇതാ നേരെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് തന്നെ. എന്നാലും സംഭവം സെറ്റ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിന്നല്ലേ. കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ഉറങ്ങി. ഇവരൊക്കെ ചായ കുടിച്ചാട്ടോ. ഇവരൊക്കെ പാർസൽ ചായയാണ് കടയിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ട് അങ്ങനെ കുടിച്ചാട്ടോ. നമ്മളോട് വേണേ ചോദിച്ചു. പക്ഷെ നമുക്കിപ്പോ ചായ കുടിച്ചതിന്റെ ഒരു മൂടില്ല. കുറച്ചായിട്ടാണ് കരുതി നമ്മള്. ഇതൊക്കെ ബലി വളർത്തുന്ന കോഴിക്കളാട്ടോ. എങ്ങനെ പറയാം, വൺ കോഴി എങ്ങനെ ശങ്കാക്കോലി. അതായത് നമ്മളെ ഇവിടെ കയറിനാല് ഇവിടെ ഫൈറ്റ് ഉണ്ടാവും കോഴിക്കളെ വെച്ചിട്ട്. അതിന് ഫൈറ്റ് കോഴി. അതായത് ഫൈറ്റിന് കൊണ്ടുപോണ കോഴിയാട്ടത്. ഇവിടെ 2-3 ഉണ്ട്, പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഹിന്ദി ഓർ തെലുങ്ക്. തെലുങ്ക് ഇവിടെ തെലുങ്കാട്ടോ. എന്നാലും ഇവർക്കല്ല ഹിന്ദി അറിയാ. ഹിന്ദി ഹിന്ദി ഓർക്ക് കന്നഡ, തെലുങ്ക്, മലയാളം. മലയാളം തിരിയും. മലയാളം അവർക്ക് അറിയട്ടോ. മലയാളം തെലുങ്ക് ഒക്കെ അറിയോൽക്ക്. തെലുങ്ക് അതേപോലെ തമിഴ് അല്ലേ? ഓ, അപ്പൊ ഞമ്മക്കൊന്നും അറിയാത്ത, ഞമ്മക്ക് ആ ഒരു ഭാഷ അറിയുള്ളൂ. ഇംഗ്ലീഷ് ഒപ്പിച്ചു. ഇംഗ്ലീഷ് ഇവിടെ ആർക്കും അറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് தெரியாது അല്ലേ? தெரியாது. കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം. കേരള 20 വർഷമായിട്ട് കേരളത്തിലാട്ടോ. വരും വരെ അപ്പിയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓ ഐ സി. നമ്മളെ നാട്ടിലെ ചമ്പക്കം കോഴിയെ തോന്നുന്നുണ്ട് കേട്ടോ. ഏകദേശം അതിന് എത്ര 4000-5000 വരും അല്ലേ? അതിനെത്രക്ക് ഇല്ല. മറ്റേ ഉള്ളു കിടക്കണേനാകെ 3000 റുപ്യ ഉണ്ടാവുള്ളൂ. ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 4000-5000 റുപ്യ അല്ലേ? നല്ല സാധനം പറഞ്ഞത് അവര്. ഈ ഹൈറ്റ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും വെക്കും. പിന്നെ അതേപോലെ ഫൈറ്റിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കോഴിയാന്നാ പറഞ്ഞവര്. ഇതാണ്ട് നമുക്ക് ഇന്നലെ കാവലെന്നീനെ പട്ടി.
ഇന്നലെ ഫുള്ള് കൊരേനി. ആരെങ്കിലും അടുത്ത് വരുമ്പോത്തിന് കൊരക്ക പോലെ. അല്ല കൊൽക്കത്തക്ക് പോണ വണ്ടിയായിട്ട് നമുക്ക് കിട്ടിയത്. ഏകദേശം ഫുള്ള് സെറ്റാണ്. ഇവിടെ കടക്കാത്ത സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മള് വായിട്ടോ. നമ്മളെ നെല്ലൂരിന്ന് വിജയവാഡ റൂട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിച്ചാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇവിടുന്ന് വേറെ വണ്ടിക്കാരന്റെ ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മള് വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ചോണ്ടിരിക്കട്ടോ. ഇപ്പൊരു വെള്ളം നിറച്ചാറിന്. ഇവിടെ അടുത്ത് തന്നെ ഇതാ ഞാവൽപ്പായം. ഞാവൽപ്പായം ഇതിന്റെ പേര് ഞാവൽപ്പായം. ഇഷ്ടംപോലെ ഞാവൽപ്പായം ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് പോണതിന് മുമ്പ് കുറച്ച് പറിച്ചണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇഷ്ടംപോലെ നിലത്ത് കുറെ ചാടി കിടക്കുന്നുണ്ട്. അതേപോലെ കയറി വേണമെങ്കിൽ പറിച്ചും ചെയ്യാം. നമുക്കാ കോളിനാണോ? രാജേഷ് ഭായി ഉണ്ട് കേട്ടോ. രാജേഷ് ഭായി വെസ്റ്റ് ബംഗാൾ അങ്ങനെ ആ റൂട്ട് പോയിക്കൊണ്ടിരിക്കാണ്. ഇവിടെ കണ്ടപ്പോ നിർത്തി സംസാരിച്ചു. വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങി, ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട്. കിട്ടിയോ? രസമുണ്ടോ? ചമർപ്പുണ്ട്. പച്ച തിന്നണത് ഭയങ്കര ചമർപ്പും കാര്യങ്ങളാട്ടോ. അതുകൊണ്ട് കഴിക്കാൻ പറ്റൂല. ആരുടെ സ്ഥലം ഒന്നും നമുക്കറിയില്ല. നമുക്ക് പറിച്ചു നോക്കാം. റോഡ് സൈഡുള്ള സ്ഥലമല്ലേ, പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ജാസ്തി ചാടുന്നില്ല. അതൊന്ന് പറിച്ചു നോക്കിയാ. കിട്ടി. കണ്ടോ? ഈ ചമർപ്പുണ്ട്. നിലത്താടി എടുത്താ മതി. ഫുള്ള് ഇതാണ്. നമ്മളെപ്പോലെ ബായി എല്ലാരും പറിച്ചിട്ടത്. കൊൽക്കത്തി പോണ ബായി നമുക്ക് കിട്ടിയോണ്ടേ നമുക്ക് ഈ റൂട്ട് അത്യാവശ്യം ഏകദേശം ആന്ധ്ര ഫുള്ള് കവർ ചെയ്യട്ടോ മൂപ്പര്. നമുക്ക് അതിൻ്റെ ഇടയിൽ എവിടെ ഇറങ്ങാം. നമ്മള് തൽക്കാലം വിജയവാഡ ഇറങ്ങണുള്ളൂ. വേണമെങ്കിൽ വിശാഖപട്ടണം വേണമെങ്കിൽ ഇറങ്ങാം. മൂപ്പര് വിശാഖപട്ടണം വഴിയെ പോകണമെന്ന് പറഞ്ഞു. അപ്പോ വിശാഖപട്ടണം ഏകദേശം നാളെ ഒക്കെ എത്തുള്ളൂ. അപ്പൊ പിന്നെ റിസ്ക് ആണ്. അപ്പൊ ഞങ്ങൾ വീണ്ടും പോവാണ്. മൂപ്പരാള് നേരെ ചെന്നൈ വാതിക്കല പോണ്. ചെന്നൈ അങ്ങനെ വീണ്ടും നമ്മള് വണ്ടിയിലേക്ക് കേറാട്ടോ. ഇതുകൊണ്ട് തുറക്കാൻ കഴിയില്ലല്ലേ? മുകൾക്കാണ് കേറിക്കോ. ഞാൻ കയറല്ലേ? നമ്മള് കേറാട്ടോ. അങ്ങനെ വെച്ചിണ്ട്. ഓക്കെ കേറി. യെസ് ഓക്കെ അല്ലേ? ഡോറടിച്ചാളാ. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് നമ്മള്. ഇത് ഇന്നലെ വാങ്ങി നാരങ്ങ കേട്ടോ. ഏകദേശം 2 കിലോന് 50 റുപ്യ 6 ഇഞ്ചൊക്കെ നമ്മൾ വാങ്ങിച്ചാണ്. ഇന്നലത്തെ ഏകദേശം കഴിഞ്ഞു. ഇനി ആകെ 1 കിലോ ബാക്കിയുള്ളൂ. നമ്മള് മുറിച്ച് സെറ്റാക്കി കുറച്ച് കഴിച്ച് ഇനി കഴിക്കണം. ഇന്ന് ഏകദേശം 10-12 മണിയായിട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ പോയപ്പോ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പൊ ഏതായാലും ഇതുണ്ട്. അതേപോലെ പായും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. നമ്മളെ ചക്കനും കഴിച്ചോണ്ട് കേട്ടോ. ഓറഞ്ച് ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. ഇതൊക്കെ ഇന്ന് തീർക്കണം നമുക്ക്. എന്നുവെച്ചാൽ നാളേക്ക് എന്നാല് ഇതൊക്കെ വാടും. നമ്മളെ വായും കഴിക്കണ്ടേ. ഇതോട്ടോ വട കഴിച്ചോണ്ടിരിക്കണല്ലേ. വടിയും മൈക്കെന്തോ ചട്നി ഉണ്ട്. അതേപോലെ സാമ്പാർ. അങ്ങനെ 2-3 കറി ഉണ്ടല്ലോ. ഇത് നമ്മൾ ചക്കൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ബായി ഉണ്ട്. കഴിച്ചോണ്ടിരിക്കട്ടോ. വട നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിലേക്കുള്ള കറി പിന്നെ അങ്ങനത്തെ ഒരു കറിയാണ്. നമ്മളെ നാട് വിട്ടാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ. 2-3-4 കറി ഉണ്ട് കേട്ടോ. 4 കറി മിക്സ് ആക്കിയാണ്ട് ബാധിച്ചേക്കും. ഇതന്നെ കഴിച്ച് തീരെ നോക്കാൻ നമുക്ക് നേരം. നമ്മളെ വണ്ടി ഇതാ ടോൾ പ്ലാസയിലാട്ടോ. യെസ് നമ്മളെ സെറ്റായി പോയിക്കൊണ്ടിരിക്കാണ്. നമ്മളെ ഷർട്ട് അവിടെ ഫുള്ള് ഉറക്കാട്ടോ.
ബായി കണ്ടിട്ടുണ്ട്. നമ്മളെ വിജയവാഡ എത്തിട്ടോ. ഒരു ടെന്റ് അടിച്ചാൻ വേണ്ടിട്ട് പോവാണ്. ഏതൊരു വില്ലേജിലുള്ളത് ഇപ്പൊ. എന്താ സ്ഥലം അറിയോ? കാണാൻ നല്ല രസം. കാണാൻ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നാളെ ഇങ്ങോട്ടേക്ക് വരണം. അവിടെ കുട്ടികളൊക്കെ കളിക്കണ്ട കേട്ടോ. ഈ ഭാഗത്തെ തടാകം പോലത്തെ സ്ഥലം കേട്ടോ. ഇവിടെ ഫുള്ള് ഈ പശുക്കൾ കളിക്കുന്ന സ്ഥലം നമുക്ക് കളിക്കാൻ. അതേപോലെ നല്ല കാറ്റും. ഒന്നുകിൽ നമുക്ക് പള്ളിക്ക് സ്റ്റേ അടിച്ച അവിടെ അടുത്ത് പള്ളിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നല്ല വില്ലേജ് അടിപൊളി നല്ല പ്ലേസ് ആട്ടോ. അവിടെ പോയി ടെന്റ് അടിച്ച അക്കാ മുസ്ലിം മസ്ജിദ് 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 സ്ട്രൈറ്റ്. ഓക്കെ. ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ വർത്താനം വന്ന് ഉത്തരക്കുണ്ട് കേട്ടോ. അവിടെ ചോദിച്ച പോലെ സ്ട്രൈറ്റ് പോയാൽ പറഞ്ഞു. എന്താ പട്ടി ഇപ്പോൾ തന്നെ എന്താ കുട്ടികളെ കളിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി വില്ലേജ്. നമ്മളിവിടെ വിജയവാഡ സ്റ്റാർട്ടിങ് ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വിജയവാഡ എത്തിയിട്ടില്ല. വിജയവാഡന്റെ സ്റ്റാർട്ടപ്പാണ്. പോയൊക്കെ ഏതായാലും കുറച്ച് നടക്കാണ്ട്. ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്തല്ലേ നടക്കാണ്ട്.